ശബരിമല തീർത്ഥാടന മേഖലകളിലെ വില നിയന്ത്രണത്തിന് സംവിധാനങ്ങളുണ്ട്. എന്നാൽ എല്ലാം നിയന്ത്രണത്തിന്റെ പരിധിയിലാണോ? പരമാവധി വിൽപ്പന വില രേഖപ്പെടുത്തിയ ശീതളപാനീയത്തിന്റെ കാര്യം പരിശോധിക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. മധുരയിൽ നിന്നുള്ള ഉൽപ്പന്നം പരമാവധി വിൽപ്പന വില തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്ന് തന്നെ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കച്ചവടം എങ്ങനെ പോണു? കുഴപ്പമില്ല, ഉഷാറാണ്, അടിപൊളിയാണ്. എന്താ ഒരു കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പുതിയ ഐറ്റം എന്താ വേണ്ടിയ? പുതിയ ഐറ്റം ബദാം മിൽക്കറ്റ, പുതിയ റൂബി, പുതിയതാണ്. റൂബി നല്ല ഐറ്റം. റൂബി നല്ല ഐറ്റംസ് പുതിയത് വന്നതാണ്. പുതിയ ഐറ്റം അല്ല, പിസ്തയാണിത്. പിസ്തയാണ്. ഇത് വേണോ? റോസ് വേണോ? ഒരെണ്ണം മതി. ഒന്ന് മതിയാ? ഓക്കെ, അതൊന്ന് കുടിച്ചു. സ്പെഷ്യലാണ് ഇത്. മധുര മധുരയാണ്. ഇവിടെ ചെന്നൈയിൽ ഇവിടെ തിരുവാമൂറാണ്. ഇന്നലെ വന്ന സപ്ലൈ ആണ്, പുതിയതാണ്. കുടിച്ചു നോക്കാം. 150 ml ആണ്. 35 രൂപയാണ് MRP. 35 രൂപയാണ് MRP. അപ്പൊ എങ്ങനെയുണ്ട് റേറ്റ് നോക്കാം. സംഗതി കൊള്ളാം. 150 ml 35 രൂപ. ഇതേ റൂബി മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് ശബരിമലയിൽ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അതെത്രത്? അല്ല, ഇത് 25 എല്ലാവരോടും ഈടാക്കുന്നത് അനുവദനീയമായതിലും 15 രൂപ അധികമാണെന്ന് ഈ പ്രതികരണം വ്യക്തമാക്കും. എത്ര സമയം? അമിതമായ വില. കാരണം നാട്ടിൻപുറത്ത് നമുക്ക് 19 രൂപ 21 രൂപയ്ക്ക് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ കിട്ടുന്ന സാധനം ഇവിടെ 30 രൂപയ്ക്കും അത് 50 രൂപ പ്രിന്റ് അടിച്ചുമാണ് നമുക്ക് തരുന്നത്. ശബരിമല എന്നല്ല, സ്ഥലം എവിടെയാണെങ്കിലും പരമാവധി വിൽപ്പന വില രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിന് അതിനേക്കാൾ കൂടിയ നിരക്ക് ഈടാക്കാൻ പാടുള്ളതല്ല. പമ്പ മണപ്പുറത്തെ ശീതളപാനീയ കടകളിൽ അധികവും അനുവദനീയമായതിൽ കൂടിയ നിരക്കാണ് ഈ ഉൽപ്പന്നത്തിന് ഈടാക്കുന്നത്. അതേസമയം വിഷയം പരിശോധിക്കുമെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ പ്രതികരിച്ചു. യഥാർത്ഥ വിലയേക്കാൾ 15 രൂപ അധികം വാങ്ങുക മാത്രമല്ല, ഇതേ അളവിലുള്ള ഉൽപ്പന്നം ശബരിമലയിലേക്ക് മാത്രമായി പരമാവധി വിൽപ്പന വില 50 രൂപ എന്ന സ്റ്റിക്കർ പതിച്ചെത്തിച്ചും വിൽപ്പന നടത്തി തട്ടിപ്പ് പുരോഗമിക്കുകയാണ്. ചെന്നൈയിൽ നിന്നും വിനയ് ഉണ്ണിക്കും ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.